CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പിതൃപുണ്യത്തിനായി ഇന്ന് കർക്കിടക വാവുബലി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചുപോയ പിതൃക്കൾക്കു വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു. ജൂലൈ 29-നാണ് ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായത്. വെള്ളക്കെട്ടിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞതോടെ പുന്നൂർകുളം പഞ്ചായത്ത് ശ്മശാനം വൃത്തിഹീനമായി. ശ്മശാനവളപ്പിലെ MCF-ൽ മാലിന്യം സൂക്ഷിക്കാൻ ഷീറ്റ് മേഞ്ഞ സ്ഥലമുണ്ടെങ്കിലും അവ പുറത്ത് പലയിടത്തായി കുന്നുകൂടി കിടക്കുകയാണ്. മഴ പെയ്തതോടെ ഇവയെല്ലാം വെള്ളത്തിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ ചക്കിത്തറ കോളനിയിലെ വീടുകളിലും കരിച്ചാൽക്കടവ് ഭാഗത്തെ വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് പഞ്ചായത്ത് കൊച്ചന്നൂർ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. തലക്കോട്ടുകരയിൽ കയറിൽ നിന്നും അഴിഞ്ഞുപോയ പോത്ത് ഇടഞ്ഞോടിയത് പരിഭ്രാന്തിക്കിടയാക്കി. തലക്കോട്ടുകര രായമരക്കാർ വീട്ടിൽ അഷ്റഫ് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ച പോത്തുകളാണ് ഇടഞ്ഞോടിയത്. പൈലറ്റായി ജോലി ലഭിച്ച നിഖിൽ രാജീവിനെ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവിന്റെ മകനാണ് ഇൻഡിഗോ പൈലറ്റ് നിഖിൽ രാജീവ്. രക്ഷാകർതൃ ശാക്തീകരണ പദ്ധതിയുമായി കണ്ടാണശ്ശേരി പഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക സഹകരണത്തോടെ റിസോഴ്സ് പേഴ്സൺമാർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ഭക്ഷ്യക്കിറ്റുകളുമായി NSS വളണ്ടിയർമാർ. പ്രളയബാധിതർക്കായി ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. തൃശൂർ കുന്നംകുളം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാര സമരം നടത്തിവന്നിരുന്ന ദിലീപ് അബ്ദുൽ ഖാദറിനെ കുന്നംകുളം പോലീസ് സമരപന്തലിൽ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കി. വയനാടൻ ജനതയ്ക്ക് പുന്നൂർകുളം പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ശിവക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 3 മണി മുതൽ തന്നെ വാവുബലി ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി വിശ്വാസികളാണ് ക്ഷേത്രങ്ങളിലെത്തിയത്. ഭക്തർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. പുന്നൂർകുളം പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ അനിത ധർമ്മന്റെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ വെള്ളം കയറിയ വീടുകളിൽ അവശ്യ സാധനങ്ങൾ നൽകി. കുന്നംകുളം കൽപ്പക വെഡിംഗ്സിൽ സീസൺ സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 1 മുതൽ തിരുവോണം വരെ നീളുന്ന 2024 സീസൺ സെയിലിൽ ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 10 പേർക്ക് സ്വർണ്ണമാലയും ഡയമണ്ട് ലോക്കറ്റും ഗ്രാൻഡ് പ്രൈസായി നൽകും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.